ബഹുമാനായ അധ്യക്ഷൻ പി ജെ ആന്റണി ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ജോൺ ഫെർണാണ്ടസ്, ബഹുമാനായ മേയർ എം അനിൽകുമാർ, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ഇന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീ കരിവള്ളൂർ മുരളി, ദിനേശ് മണിസാവ്, ധർമ്മൻ ചേട്ടൻ, പി ജെ ആന്റണിയുടെ മകൾ മുറയിൽ ചന്ദ്രദാസ് സാറും ഷാജിയും ഉൾപ്പെടെയുള്ള വിശിഷ്ട ബാബുരാജ് വൈറ്റില, റിനീഷ്, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വൈകിയോണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് തുനിയുന്നില്ല. ഞാനും മേയറും ഏലൂര് വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത് പിന്നെ വാട്ടർ മെട്രോയിൽ ആദ്യത്തെ സഞ്ചാരമായിട്ട് സൗത്ത് ചിറ്റൂരിലേക്ക് പോകുന്നു. ബോട്ട് എത്തിയാലേ പിന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ബോട്ട് ഒരു 30 മിനിറ്റോളം എടുത്തു ഇങ്ങോട്ട് എത്താൻ. അപ്പം അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. പി ജെ ആന്റണി ഫൗണ്ടേഷൻ്റെ ഇത്തവണത്തെ അവാർഡ് നമുക്ക് പ്രിയപ്പെട്ട ശ്രീ കരിവള്ളൂർ മുരളിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഒടുവിൽ കണ്ണൂർ പോയിട്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കുകയുണ്ടായി. നാടകരംഗത്തേറെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ താൻ പ്രതിനിധാനം ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ സാംസ്കാരിക മേഖലയ്ക്കകത്ത് അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന വ്യക്തിത്വമാണ് കരിവള്ളൂർ മുരളിയുടേത്. അതുകൊണ്ട് പി ജെ ആന്റണിയെ പോലൊരാളുടെ പേരിലുള്ള അവാർഡിന് പൂർണ്ണമായും അദ്ദേഹം അർഹതയുള്ള വ്യക്തിത്വമാണ്. അതിന് ഞാൻ അവാർഡ് നിർണയ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പി ജെ ആന്റണിയുടെ ജീവിതത്തെ സംബന്ധിച്ചെല്ലാം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശക്തമായി സാംസ്കാരിക ഇടപെടലുകൾ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ആൾരൂപമായിരുന്നു ശ്രീ പി ജെ ആന്റണി. ഇപ്പോൾ പലരും പറയാറുണ്ട്, അന്ന് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ അതേപോലെ അവതരിപ്പിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ? അത് അഭിനയ മികവിൻ്റെ തോതിൽ മാത്രമല്ല, ആ പശ്ചാത്തലം കൂടി പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് തന്നെ നാടകത്തിനകത്തും അതിൻ്റെ ആവിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. എനിക്ക് തോന്നുന്നു പി ജെ ആന്റണിയോടൊപ്പം ധർമ്മൻ ചേട്ടൻ പ്രവർത്തിച്ചിരുന്നു. ധർമ്മൻ ചേട്ടൻ്റെയും വരവ് ആ വഴിയിലൂടെ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാംസ്കാരിക രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചരിത്രത്തെയും സംസ്കാരത്തെയുമാണ് അതിനുള്ള ആയുധങ്ങളായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഒരു സമൂഹത്തെ ദീർഘകാലത്തേക്ക് അടിച്ചമർത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൽത്തൂസറിനെ പോലെയുള്ള ആളുകൾ ഭരണകൂടത്തിന് 2 സ്വഭാവത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ഒന്ന് അടിച്ചമർത്തുന്ന ഉപകരണങ്ങൾ, ഒപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, പോലീസ്, കോടതി, പട്ടാളം, ഇതെല്ലാം തന്നെ നേരിട്ട് ബലം പ്രയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. എന്നാൽ മറ്റൊന്ന് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപകരണങ്ങൾ. അത് വിദ്യാഭ്യാസം ഒരു ISI ആണ്, ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ്. ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയാം. ആ വാർപ്പ് ഈ ആധിപത്യ താല്പര്യങ്ങളുടെ വാർപ്പാണ്. അതിൽ മാധ്യമം, സംസ്കാരം, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് മലയാളത്തിൽ പോലും ബോധപൂർവം പല സിനിമകളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പറയുന്നില്ലെങ്കിലും ആ സിനിമകളിലൂടെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നാടകങ്ങൾ, കഥാപ്രസംഗം, മറ്റ് കലാരൂപങ്ങൾ വഴി എങ്ങനെയാണോ വളരെ കൃത്യമായി തങ്ങളുടെ രാഷ്ട്രീയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നേരെ പ്രതിലോമകരമായ മറ്റൊരു എക്സ്ട്രീമിൽ നിൽക്കുന്ന അത് സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാണ്, പുതിയ കാലത്തേക്ക് നയിക്കാനായിരുന്നു കലാരൂപങ്ങൾ. ഇപ്പോൾ പുറകോട്ട് കൊണ്ടുപോകാനായി കലാരൂപങ്ങളെ തന്നെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും, ഇപ്പോൾ ബാബറി മസ്ജിദിന് ശേഷം ഗ്യാൻവ്യാപി മസ്ജിദ് വന്നപ്പോൾ മലയാളത്തിൽ ഒന്നാമത്തെ പത്രത്തിൻ്റെ പെട്ടെന്ന് ടെർമിനോളജി മാറി.
ഗ്യാൻ വ്യാപി സമുച്ചയമായി, മസ്ജിദ് മാറി സമുച്ചയമായി. മിക്കവാറും മാധ്യമങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മസ്ജിദ് മാറി സമുച്ചയമാണ്. ഇതാണ് NS മാധവന്റെ തിരുത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. തിരുത്തിൽ അവസാനം പത്രം നോക്കാൻ പത്രാധിപർ ചെല്ലുമ്പോൾ തർക്കമന്ദിരം തകർത്തു എന്നാണ്. അത് വെട്ടിയിട്ടാണ് പത്രാധിപർ ബാബറി മസ്ജിദ് എന്ന് എഴുതുന്നത്. തർക്കമന്ദിരം എന്ന പ്രയോഗം കുറെ കാലം മുമ്പ് തുടങ്ങിയിരുന്നു. 92 ഒറ്റ ദിവസം ഡിസംബർ 6 തലക്കെട്ടിന് വേണ്ടി മാത്രം തെരഞ്ഞെടുത്തൊരു വാക്കായിരുന്നില്ല. ബോധപൂർവം കുറെ കാലമായി ബാബറി മസ്ജിദിന് പകരം തർക്കമന്ദിരം എന്ന് പ്രയോഗിക്കാൻ തുടങ്ങി. തർക്കമന്ദിരം എന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുക, അല്ലെങ്കിൽ അത് പകർന്നു നൽകുന്ന ആശയം തർക്കമുള്ള മന്ദിരമാണ്. തർക്കമുള്ള മന്ദിരം എപ്പോൾ വേണമെങ്കിലും തകർക്കപ്പെടാം. സ്വാഭാവികമായ ഒരു പ്രക്രിയയിലേക്ക് എത്തുന്നതാണ്. തർക്കത്തെ തുടർന്ന് തകർച്ചയിലേക്ക് എത്തുന്നു. അപ്പൊ തകർച്ചയെ സ്വീകരിക്കുന്ന ഒരു സമൂഹ നിർമ്മിതി, ഒരു മാനുഫാക്ചറിങ് കൺസെന്റ്, സമ്മത നിർമ്മിതി, വാക്കിന്റെ സൂക്ഷ്മമായ പ്രയോഗത്തിലൂടെ എങ്ങനെയാണ് മാധ്യമങ്ങൾ നിർമ്മിച്ചു എന്നുള്ളത് അന്ന് നമ്മൾ കാണുകയുണ്ടായി. അതാണിപ്പോ ഗ്യാൻ വ്യാപി സമുച്ചയം. അപ്പൊ അതും ബാബറി മസ്ജിദ് അല്ല, ഒരു മസ്ജിദ് അല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല, ഒരു സമുച്ചയമാണ് എന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ അത്ര സൂക്ഷ്മമായിട്ടാണ് ഇന്നത്തെ രാജ്യം ഭരിക്കുന്നതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആശയം കലാരൂപങ്ങളിൽ, മാധ്യമങ്ങളിൽ എല്ലാം, സാഹിത്യത്തിൽ ഒക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രതിരോധത്തിൽ ഈ കൾച്ചറൽ പൊളിറ്റിക്സിന് സവിശേഷമായ സ്ഥാനമുണ്ട്. അത് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഒരു അവാർഡിനകത്തോ ഒത്തുചേരലിനോ മാത്രമല്ല, കുറെ കൂടി ഗൗരവമായി നമുക്ക് ഈ സാംസ്കാരിക ഇടപെടലുകൾ സമൂഹത്തിലേക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം. അതിന് PJ ആന്റണി ഫൗണ്ടേഷൻ ക്രിയാത്മകമായി നേതൃത്വം എന്ന് നൽകുന്നുണ്ട്. കുറെ കൂടി ശക്തമായി ഇന്നത്തെ കാലത്തിനനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രീ കരിവെള്ളൂർ മുരളിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. PJ ആന്റണി അവാർഡ് സമർപ്പണമാണ്. അവാർഡ് നൽകുന്നത് ബഹുമാന്യനായ മന്ത്രി P. രാജീവാണ്. കൂടെ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാടും MN അനിൽകുമാറും എലിസബത്തും എല്ലാം ചേർന്നാണ് അത് നൽകുന്നത്. ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട കരിവെള്ളൂർ മുരളിയാണ്. നൽകുന്നതിന് വേണ്ടി രാജീവിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കരിവെള്ളൂർ മുരളിയെയും ക്ഷണിക്കുന്നു. അതിൻ്റെ ആദ്യം പ്രശസ്തി പത്രം വായിക്കും. അത് ബാബുരാജ് വൈറ്റില വായിക്കും. കലാകേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ കരിവെള്ളൂർ മുരളിക്ക് നാടകരചയിതാവ്, സംവിധായകൻ എന്നീ നിലകളിൽ രംഗവേദിയെയും തെരുവ് നാടക അവതരണങ്ങളെയും കലയുടെ കലാപവേദിയാക്കി മാറ്റിയ അങ്ങ് ഭരത് PJ ആന്റണി വെട്ടിത്തെളിച്ച പാതയിൽ മുന്നേറുന്ന പുരോഗമന ജനകീയ നാടകരംഗത്തെ അമരക്കാരനും നിറസാന്നിധ്യവുമാണ്. രചനയും സംവിധാനവും ഗാനരചനയും അഭിനയവും സംഘാടനവും ഒരേ സമയം നിർവഹിച്ചുകൊണ്ട് ദീർഘകാലം നാടകവേദിയിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച സമ്പൂർണ്ണ നാടക കലാകാരൻ. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ചെഗുവേര, കുരുതിപ്പാടം, അപരാജിതരുടെ രാത്രി, അഗ്രയാനം, സംഘഗാഥ തുടങ്ങിയ ചെറുതും വലുതുമായ 60ഓളം നാടകങ്ങളുടെയും 100 കണക്കിന് കവിതകളുടെയും ഗാനങ്ങളുടെയും രചയിതാവ്. 3000 വേദികളിൽ അരങ്ങേറിയ അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന നാടകത്തിലൂടെ കയ്യൂരിന്റെ വീരേതിഹാസവും ഏകപാത്ര നാടകത്തിന്റെ ശക്തിയും പ്രസക്തിയും പ്രേക്ഷക മനസ്സുകളിൽ ആഴത്തിൽ പതിപ്പിച്ച നാടകക്കാരൻ. പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ വിരിയിച്ചുകൊണ്ട് ഇരുളുവിറകൊള്ളും ഏകാന്ത ജ്വാലയായി പ്രഭ വിതറി നിൽക്കുന്ന കവിയും രചയിതാവുമാണങ്ങ്. 100 ജന്മങ്ങളായി കരിന്തിരി കത്തി അമരുന്ന സ്ത്രീ ജന്മങ്ങൾക്ക് പുനർജനിയേകി കരുത്തു പകർന്ന ഞാൻ സ്ത്രീയുടെ സ്രഷ്ടാവ്. അണമുറിയാത്ത വാക്കുകളെ ആശയങ്ങളുടെ ആയുധമാക്കി മാറ്റി ആയിരക്കണക്കിന് വേദികളെ ഇളക്കി മറിച്ച പ്രഭാഷകൻ. ശാസ്ത്രബോധവും സാമൂഹ്യ ബോധവും വളർത്തി ഇരുണ്ട കാലത്തു നിന്നുള്ള മോചനത്തിന് പ്രത്യാശാപൂർണമായ വെളിച്ചം പകരുന്ന കലാജാഥ പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ്. തെരുവ് നാടക പ്രസ്ഥാനത്തിന്റെ ആദ്യ പഥികരിൽ ഒരാൾ. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, അബുദാബി ശക്തി അവാർഡ്,
മുല്ലനേഴി അവാർഡ്, സാംബശിവൻ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയ പ്രതിഭ. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എന്ന നിലയിലും തിളങ്ങി നിൽക്കുന്ന സംഘാടക മികവിനുടമ കൂടിയായ അങ്ങേക്ക് 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന 2024 PJ ആന്റണി പുരസ്കാരം സാഭിമാനം സമർപ്പിക്കുന്നു. ജോൺ ഫെർണാണ്ടസ്, പ്രസിഡന്റ്. PR റെനീഷ്, സെക്രട്ടറി. ആദ്യം ശില്പവും അവാർഡ് തുകയും ബഹുമാനപ്പെട്ട മന്ത്രി നൽകുന്നതാണ്. പ്രശസ്തി പത്രം ബഹുമാന്യനായ മേയർ നൽകുന്നതാണ്. അധ്യക്ഷൻ ജോൺ ഫെർണാണ്ടസ്, PJ ആന്റണി അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ബാലേന്ദ്രൻ ചുള്ളിക്കാട്, PR റനീഷ്, ഈ വേദിയിലിരിക്കുന്ന ധർമ്മൻ ചേട്ടൻ, പ്രൊഫസർ ചന്ദ്രദാസൻ അടക്കമുള്ള ബാബുരാജ് വൈറ്റില എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ്. സഖാവ് ദിനേശ് മണി, ഇത്ര തന്നെ പേരെ ഈ സദസ്സിൽ നിന്നും സംബോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാടകരംഗത്തെയും അതോടൊപ്പം കലയുടെ വിവിധ മണ്ഡലങ്ങളിലെയും ഏറ്റവും പ്രഗത്ഭമതികളായ എത്രയോ അധികം പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരെയായി ഞാൻ സംബോധന ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ബാലേന്ദ്രൻ്റെ മറക്കാമോ എന്ന കവിത അദ്ദേഹം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് തന്നെ വളരെ പ്രയാസകരമായിരിക്കും. ഒരുപക്ഷെ PJ ആന്റണിയുടെ 100ാം ജന്മവാർഷികം, ഒപ്പം ഈ ചരമവാർഷിക ദിനവും അതിൽ നടത്താവുന്ന ഏറ്റവും വലിയ അനുസ്മരണങ്ങളിലൊന്ന് ധീരഗംഭീരമായ സ്വരത്തിൽ ബാലേന്ദ്രൻ മറക്കാമോ എന്ന കവിത ചൊല്ലുന്നത് തന്നെയാണ് എന്നെനിക്ക് തോന്നുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു എന്ന പഴയ നിയമത്തിലെ വരിയെ ഓർമ്മിപ്പിക്കും വിധം നാടകമുണ്ടാവട്ടെ എന്നൊക്കെയായ പ്രവാചക സ്വരത്തിലുള്ള ഒരു കവിതയുടെ തൊട്ട് പിൻപേ വളരെ ദീർഘമായി സംസാരിക്കുന്നത് അനൗചിത്യമായി തീരും. സാധാരണ നിലയിൽ എൻ്റെ ചുമതല PJ ആന്റണി ഫൗണ്ടേഷനും ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ജൂറിക്കും ഒപ്പം ഇന്ന് വന്നു ചേർന്നെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി പറയുക എന്നതാണ്. പക്ഷെ ഇന്ന് അതേ ക്രമത്തിലല്ല ഈ സമ്മേളനം നടക്കുന്നത് എന്നുകൊണ്ട് വളരെ പ്രൗഢമായൊരു സദസ്സിന് മുമ്പാകെ ചുരുക്കം കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഹ്രസ്വമാണെങ്കിലും ഉജ്ജ്വലമായി PJ ആന്റണിയുടെ ജീവിതത്തെയും കലയെയും കലാപത്തെയും ഒപ്പം വളരെ ആസൂത്രിതമായി നടക്കുന്ന തിരസ്കാരങ്ങളെയും തമസ്കരണത്തെയും കുറിച്ചുപോലും തീർത്തും ഗൗരവപൂർണമായ നിരവധി നിരീക്ഷണങ്ങൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ പ്രഭാഷണത്തിലുണ്ടായിരുന്നു. ഈ മാർച്ച് മാസം 27-ാം തീയതി എൻ്റെ ഇരപര്യന്തമുള്ള നാടകാനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ നാടകത്തിൻ്റെ ഒരു അവതരണ ചരിത്രം, നാടകക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം എന്ന പേരിൽ തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയുടെ അങ്കണത്തിൽ വെച്ച് KT മുഹമ്മദ് തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ച് സച്ചിദാനന്ദ മാഷ്, രജിത മധു എന്ന എൻ്റെ പ്രസിദ്ധമായി തീർന്ന ഏകപാത്ര നാടകത്തിലെ അഭിനേത്രി 3000 വേദികളിൽ ഒരേ നാടകം ഒരേ കഥാപാത്രമായി അവതരിപ്പിച്ച, അതിൻ്റെ 3 മടങ്ങ്
വേൾഡ് റെക്കോർഡ് തകർത്ത് ഗിന്നസിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ട അഭിനേത്രിക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നുണ്ട്. ഇത് ഒരർത്ഥത്തിൽ തിരസ്കരിക്കപ്പെട്ട നാടകകാരന്മാർക്ക്, തമസ്കരിക്കപ്പെട്ട നാടക പ്രവർത്തകർക്കുള്ള ഒരു വലിയ ശ്രദ്ധാഞ്ജലി കൂടിയാണ്. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേർ അതിലെ കഥാപാത്രങ്ങളാണ്. അതിലെ ജീവിക്കുന്ന ചരിത്ര കഥാപാത്രങ്ങൾ. ഈ ഒരു തിരസ്കാരം ഔപചാരികമായ ചരിത്രത്തിൽ എങ്ങനെ ഉണ്ടായി എന്നത് ശ്രീമുരളീധരൻ മോഹൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എഴുതിക്കൊണ്ടേയിരുന്ന ഒരു കാലത്ത് അദ്ദേഹം എന്നോട് പലപ്പോഴും, ഞാൻ കാത്തിരിക്കുന്നത് NN പിള്ളയെക്കുറിച്ച് നിങ്ങൾ എന്തെഴുതുന്നു എന്ന് വായിക്കാനാണ് എന്ന്. ഞാനതിനു മുമ്പേ തന്നെ അത് എഴുതി കഴിഞ്ഞിരുന്നു. അപ്പം തീർച്ചയായും PJ ആന്റണിയെ, NN പിള്ളയെ, വിദ്വാൻ P കേളുനായരുടേത് മറ്റൊരു ജീവിതം കൂടിയാണ്. 1928 മെയ് മാസം 25 മുതൽ 27 വരെ പയ്യന്നൂരിൽ നടന്ന കോൺഗ്രസിന്റെ 4ാം രാഷ്ട്രീയ സമ്മേളനത്തിൽ കേരളത്തിൽ ആദ്യമായി പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ അംഗീകരിച്ച ആ സമ്മേളനത്തിൽ ആ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിലൊന്ന് വിദ്വാൻ P കേളുനായരുടേതാണ്. ഒരു കലാകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ കൂടി ആയിരിക്കെ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ ആവിഷ്കാരമായി 1928 ഏപ്രിൽ മാസം 18-ാം തീയതി 29 ഏപ്രിൽ മാസം 18-ാം തീയതി വെള്ളിക്കോത്ത വിജ്ഞാനദായിനി വായനശാലയുടെ അകത്ത് ദേശീയ പതാക വിരിച്ച് അതിൽ വിഷക്കായ നിന്ന് മരിച്ചു കിടന്ന ഒരു നാടകത്തിന്റെ വിജയകരമായ രംഗാവതരണത്തിന്റെ പുലർച്ചെ ആ അടിഞ്ഞുകൂടിക്കിടന്ന കർട്ടനുകളൊക്കെ പറിച്ച് അതിനകത്ത് മരിച്ചു കിടന്ന മഹാനായ മനുഷ്യൻ പോലും കേരളത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന മലയാള നാടക സാഹിത്യ ചരിത്രത്തിൽ ഒരു പേരായി 2 പ്രത്യക്ഷപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നിടത്തോളം ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായ അവബോധം ഒരു ജനതക്ക് പകർന്നു നൽകിയ, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധത ഒരു ജനതക്ക് പകർന്നു നൽകിയ എല്ലാ നാടകകാരന്മാരും നാടകങ്ങളും ചരിത്രത്തിൻ്റെ ഓരങ്ങളിൽ ഒരാളും പരിഗണിക്കാതെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിടത്താണ് ബാലേന്ദ്രൻ ഇന്ന് ഉയർത്തിയ വിമർശനം അത്രയധികം ശ്രദ്ധേയമാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തിക്കോടി മാഷിന്റെ മരണത്തിന് ഏതാനും നാൾ മുമ്പ് ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പുസ്തകം ഞാൻ നിനക്ക് തരാനായി കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വളരെ പ്രിയപ്പെട്ട ചില വാക്കുകൾ എഴുതിയിട്ട് ആ പുസ്തകം എൻ്റെ കയ്യിൽ തന്നു. അത് കേംബ്രിഡ്ജിലെ തിയേറ്റർ ഡിക്ഷണറി എന്ന പുസ്തകമാണ്. അതിൽ മലയാളത്തിൽ നിന്ന് ഒരു നാടകകൃത്തേ ഉള്ളൂ, ഒരു നാടകകാരനേ ഉള്ളൂ. KT മുഹമ്മദ് ഇല്ല, PJ ആന്റണി ഇല്ല, സാക്ഷാൽ SL പുരം സദാനന്ദൻ ഇല്ല, അങ്ങനെയുള്ള ഒരാളും ഇല്ല. അതിലൊരാളുണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള തമസ്കരണങ്ങളുടെ, തിരസ്കാരങ്ങളുടെ എല്ലാ ഭൂഗർഭങ്ങളിൽ നിന്നും മറക്കാമോ എന്ന ചോദ്യവുമായി ചില മനുഷ്യർ, ചില നാടകങ്ങൾ, ചില നാടകക്കാർ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഈ തട്ടകങ്ങൾ, ഈ വേദികൾ ആരുടെ അവകാശമാണ് എന്ന് അവർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചരിത്രത്തിന്റെ യഥാർത്ഥ അവകാശികളെ ആർക്കും അങ്ങനെ തിരസ്കരിക്കാൻ കഴിയില്ല. അതിന് ഒരു സമൂഹത്തിൽ രൂഢമൂലമായി കിടക്കുന്ന ജീവിതാവബോധം, ഇടതുപക്ഷ ബോധം, പുരോഗമന ചിന്ത എന്നത് നിലക്കാതെ ചാരം മൂടിയതാണെങ്കിലും ഒരു ചെറുകാറ്റിൽ ജ്വലിക്കുന്ന കനൽ പോലെ ഉണ്ടായിത്തീർന്നുകൊണ്ടേയിരിക്കണം. അത്തരം ഓർമ്മപ്പെടുത്തലുകളാണ് സത്യത്തിൽ ഇതുപോലുള്ള അനുസ്മരണങ്ങളിൽ നടക്കുന്നത്. മനുഷ്യർ സ്വമേധയാ അവരുടെ സമയവും ആയുസ്സും സമ്പത്തും ചെലവഴിച്ച്
സ്വന്തം ജീവിതം ദാരിദ്ര്യത്തിനും അനാഥത്വത്തിനും അശാന്തതകൾക്കും തീറ്റയായി വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് പച്ചമരങ്ങൾ പോലെ നിന്ന് കത്തിയവർ അവരൊരിക്കലും ചരിത്രത്തിൽ അനാഥരാക്കപ്പെടില്ല. അതുകൊണ്ടാണ് പി ജെ ആന്റണിയുടെ ധിക്കാരം എന്നാൽ അതിനെ വൈയക്തികമായ, ഇപ്പോൾ പതിവായി കാണുന്ന വ്യക്തിപരമായ എന്തെങ്കിലും ഒരു വികാരത്തിൻ്റെ പുറത്തുണ്ടാവുന്ന ധിക്കാരമല്ല, അതിനെ ചരിത്ര ധിക്കാരം എന്നാണ് വിളിക്കേണ്ടത്. തിരസ്കരിക്കപ്പെട്ട മനുഷ്യരുടെ, പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ വിളിമ്പുകളിലേക്ക്, അതിരുകളിലേക്ക് തള്ളിമാറ്റപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രതിനിധാനമായി സ്വയം വിളിച്ചു പറയുന്ന, അത് എത്ര അടക്കം ചെയ്യപ്പെട്ടാലും മണ്ണിനടിയിൽ നിന്ന് എല്ലിൻ്റെ മജ്ജയെന്നതുപോലെ രാത്രികളിൽ നീല വെളിച്ചമായി കത്തുന്ന എല്ലിലെ മജ്ജ എന്നതുപോലെ ചില രാഷ്ട്രീയ പദങ്ങളുണ്ട്. അതിലൊന്നാണ് ജനാധിപത്യമെന്ന, മതനിരപേക്ഷത എന്ന, വർഗബോധമെന്ന, ചരിത്രബോധമെന്ന, വിപ്ലവമെന്ന പല പേരുകളിൽ നാം വിളിക്കുന്ന അസ്ഥികളിലെ മജ്ജ എന്നതുപോലെ ആളുന്ന അല്ലെങ്കിൽ അനലുന്ന അത്തരം ചരിത്രപദങ്ങളായി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്മാരകങ്ങൾ, അനുസ്മരണ പ്രസംഗങ്ങൾ, ഓർമ്മകൾ, നാടകാവതരണങ്ങൾ ഇതെല്ലാം ആവശ്യമാണ്. അതെല്ലാം അത്തരം ചിന്തകളെ, ബോധങ്ങളെ ഉണർത്തുക തന്നെ ചെയ്യും. പക്ഷേ വളരെ പ്രധാനമായ ഒരു കാര്യം, മണ്ണിൽ വീണ ഒരു തുള്ളി വേർപ്പും ഓരോ തുള്ളിച്ചോരയും ഒരിക്കലും പാഴായി പോവില്ല. അതൊരിക്കലും വിഫലമായി തീരില്ല. ഇന്നത്തെ എറണാകുളം നോർത്ത്, എറണാകുളം ടൗൺ എന്നറിയപ്പെടുന്ന സ്റ്റേഷൻ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉടമസ്ഥർ ഉപേക്ഷിച്ചു പോയൊരു പഴയ വർക്ക്ഷോപ്പിൽ ബോംബെയിലേക്ക് നാട് വിട്ടുപോയി ഒന്നുമാകാതെ ഹതാശനായി തിരിച്ചു വന്ന ആന്റണി ആശാൻ ഏതാണ്ട് 1 മാസത്തോളം ഉപേക്ഷിക്കപ്പെട്ട ആ വർക്ക്ഷോപ്പിൽ ഞെരിഞ്ഞിലുകളും കാട്ടുചേനയും വളർന്നു കിടക്കുന്ന, അതിൽ അതുപോലെ ഉടമസ്ഥൻ ഉപേക്ഷിച്ചു പോയ ഒരു പഴയ കാറിൽ ടയറിന് പകരം ഒരു വെട്ടുകല്ലെടുത്തു വെച്ചിട്ട് വെച്ച ആ പഴയ കാറിൻ്റെ പിൻസീറ്റിൽ കിടന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ പരിചയക്കാരാരെങ്കിലും വിളിച്ചിട്ട് കൊടുക്കുന്ന ഒരു ചായയോ ഒരു ബന്നോ ഒരു ബ്രെഡോ കൊണ്ടോ മാത്രം ആഹാരവും ജീവനും നിലനിർത്തുന്ന മഹാനായ നാടകകാരൻ ആ പഴയ കാറിൻ്റെ കാട് മൂടിക്കിടക്കുന്ന തൊടിയിലെ ഉപേക്ഷിക്കപ്പെട്ട വർക്ക്ഷോപ്പിൻ്റെ അകത്ത് ആ പഴയ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടന്നുറങ്ങുന്ന കാലത്ത് 1 മാസം കൊണ്ട് അവിടെ കിടന്നൊരു നാടകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നിന്നും തുടച്ചു നീക്കാനാവാത്ത ചില പ്രതിഭാസങ്ങളുണ്ട്, ചില തീക്കൂനകളുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ എഴുതുന്ന ഒരാളുടെ പേരാണ് പി ജെ ആന്റണി എന്നത്. ഞാൻ വളരെ ദീർഘമായി ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പ്രത്യേക വർഷമാണ്. പി ജെ ആന്റണി ചേട്ടൻ്റെ 100ാം ജന്മവാർഷികം, പി ഭാസ്കരൻ്റെ 100ാം ജന്മവാർഷികം, തോപ്പിൽ ഭാസിയുടെ 100ാം ജന്മവാർഷികം, കാമ്പിശ്ശേരിയുടെ 100ാം ജന്മവാർഷികം. ഒരു നൂറ്റാണ്ടാണ് കടന്നുപോയിരിക്കുന്നത്. നമ്മുടെ നാടകവേദിക്ക്, നമ്മുടെ പാട്ടിൽ, നമ്മുടെ കവിതയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ബോധത്തിൽ എത്ര വലിയ പ്രകമ്പനങ്ങളാണ് ഇപ്പോഴും. പല പേരുകളും കേൾക്കുമ്പോൾ താമസമെന്തേ വരുവാൻ എന്ന മനോഹരമായ പാട്ട്, ഹേമന്തയാമിനിതൻ പൊൻവിളക്ക് പൊലിയാറായി, ഈ മനോഹരങ്ങളായ പാട്ടുകൾ മാത്രമല്ല, ഐക്യകേരളം യാഥാർത്ഥ്യമാകുന്ന 56 നവംബർ 1 മുമ്പ് 11 വർഷം മുമ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ മഹാജാഥകളിലും ഉറക്കെ ഉറക്കെ പാടിക്കൊണ്ട് നടന്ന ഐക്യകേരള ഗാനം, പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിൽ ഐക്യകേരളത്തിന് കാഹളം മുഴക്കുവാൻ എന്ന്
നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാ പുതിയ കേരളം മനോഹരം. ജനുവരി 11 പഴയ കോട്ടയത്തെ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ, പഴയ കോട്ടയത്തെ അല്ല, പഴയ കോട്ടയം പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട കവിക്ക് കവിളത്തെ ഒറ്റ അടി കൊണ്ട് ഒരു തുടം ചോര തുപ്പുന്നത്. ഐക്യ കേരളം യാഥാർത്ഥ്യമായി. ഈ പുതിയ കേരളത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് അഭിമാനഭരിതരായ മനുഷ്യ സമൂഹങ്ങളുണ്ടായി, തലമുറകൾ ഉയർന്നു വന്നു. പക്ഷേ നാം രചിക്കും ആ പുതിയ കേരളം മനോഹരം എന്ന് പാടിയതിന് പോലീസിന്റെ ഒറ്റയടിക്ക്, കരണത്തടിക്ക് അണപ്പല്ലും ഒപ്പം ഒരു തുടം ചോരയും തുപ്പേണ്ടി വന്ന പി ഭാസ്കരൻ എന്ന പ്രിയപ്പെട്ട കവി 1948 ഒരു ഒക്ടോബർ മാസത്തിൽ വയലാറിലെ വെടിയുണ്ടകൾ കൊണ്ട് പരിക്കേറ്റ, ഹൃദയം തകർന്നു പോയ തെങ്ങുകളുടെ നടുവിലിരുന്ന എം.എൻ. ഗോവിന്ദൻ നായരും പി ഗംഗാധരനും കേരളത്തിലെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം കവികളോട്, കലാകാരന്മാരോട് പ്രസംഗിക്കുന്നുണ്ട്. ഈ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെയൊക്കെ പേരുകൾ കടലാസുകളിലും അച്ചടിമഷിയിലും മാത്രമല്ല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മുദ്രിതമായിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ഒരു ചരിത്രത്തിലും ഇടം കിട്ടുമെന്നറിയാത്ത, ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്ത, കൂട്ടത്തോടെ പെട്രോൾ ഒഴിച്ച് ചുട്ടരിക്കപ്പെട്ട ഈ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്, കേരളത്തിൻ്റെ ഭാവിക്ക് ഉച്ചയ്ക്ക് കുട്ടികൾ ഞെട്ടിത്തളർന്നു വീഴാത്ത ഒരു കേരളത്തെ സ്വപ്നം കണ്ട് മരിച്ചു വീണ നൂറുകണക്കിന് മനുഷ്യരുടെ വെടിപ്പുക ഏറ്റുകിടക്കുന്ന മണ്ണിലാണ്, അവരുടെ അസ്ഥികൾ ചിതറിപ്പോയ മണ്ണിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അവരുടെ ചോര വീണ മണ്ണാണിത്. ഈ മൺതരികളിൽ മുഴുവൻ തുടിക്കുന്നത് ചരിത്രത്തിൽ ഇല്ലാതെ പോയ കുറെ മനുഷ്യരാണ്. ഇപ്പോഴും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. പുന്നപ്രയിലെ, വയലാറിലെ മരിച്ചു വീണ മനുഷ്യരുടെ എണ്ണം എത്ര പേരാണ് മരിച്ചത്, അവരാരൊക്കെയാണ് എന്ന്. ആ മനുഷ്യർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും നിങ്ങളുടെ എഴുത്തിനെ, നിങ്ങളുടെ കലയെ, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് വികാരഭരിതനായി എം.എൻ. അവരോട് ചോദിക്കുകയാണ്. ഈ മനുഷ്യർ മുഴുവൻ പുതുശ്ശേരി രാമേന്ദ്രനെ പോലെ, കിടമംഗലം പപ്പുകുട്ടിയെ പോലെ, പി ഭാസ്കരനെ പോലെ ഒരു കൂട്ടം കവികളും കലാകാരന്മാരും ചേർന്ന് ആ മണ്ണുവാരി പ്രതിജ്ഞ ചെയ്യുകയാണ്. അജ്ഞാതനാമാക്കളായ, ജീവിതത്തിൽ ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാത്ത വിധം അനാഥമായി കൂട്ടിയിട്ട് ചുട്ടരിക്കപ്പെട്ട ഈ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ എഴുത്തിനെ, ഞങ്ങളുടെ കവിതയെ, ഞങ്ങളുടെ കലയെ, ഞങ്ങളുടെ ജീവിതത്തെ ഇതാ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എന്ന്. ഈ ഒരു കൂട്ടം മനുഷ്യരാണ്. സത്യത്തിൽ നാം ആലോചിച്ച് നോക്കൂ, നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ജാതിവിരുദ്ധതയുടെ, മതനിരപേക്ഷതയുടെ നവനവങ്ങളായ ആശയങ്ങൾക്കൊപ്പം അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന ജനവർഗങ്ങളുടെ വിമോചനത്തിന് വേണ്ടി കലയെ ഏറ്റവും വലിയ സമരായുധമാക്കി തീർക്കുകയും ഒരു സമൂഹത്തെ അപ്പാടെ വിമോചിപ്പിക്കുകയും ചെയ്തതിൽ ജീവിതകാലം അത്രയും അവഗണനയുടെയും നിരാസത്തിൻ്റെയും തിരസ്കാരത്തിൻ്റെയും ചുമന്ന വലിയൊരു ഭാണ്ഡവുമായി ചെറുകാട് വെറുമൊരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരൻ, കലയുടെ മുഖ്യധാരയിൽ പ്രവേശനം കിട്ടാത്ത ഒരു പഴയ പട്ടാമ്പിക്കാരൻ അവഗണിക്കപ്പെടുകയായിരുന്നു. തിരസ്കാരത്തിൻ്റെയും നിരാസത്തിൻ്റെയും അവഗണനയുടെയും പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു. തിരിച്ചു വരികയാണ്. ആ ചുവന്ന കുന്നുകയറി വലിയൊരു ചുവന്ന ഭാണ്ഡവുമായി ഏറ്റവും പുതിയ തലമുറ ചെറുകാടിനെ പോലെ എഴുതാനാണ് നോവലിൽ പരിശീലിക്കുന്നത്.
കുറച്ച് മീശയുണ്ട്, ഒരു കൊന്ത്രമ്പല്ലുണ്ട്. ഇന്ന് നായിക കഥാപാത്രം ആത്മകഥനം നടത്തുന്ന ഒരു തുടക്കത്തോടെ ഒരു നോവൽ ആരംഭിക്കുന്ന ചെറുകാടിൻ്റെ ഭാഷയിലേക്ക്. അതുകൊണ്ട് ചരിത്രത്തിന് അങ്ങനെ കൃതജ്ഞരായിരിക്കാൻ എല്ലാ കാലവും കഴിയില്ല. ലോറൻസിനെ കുറിച്ചുള്ള 30 എന്ന കവിതയും മറക്കാമോ എന്ന കവിതയും ഒക്കെ ഓരോ ആളുകളെ കുറിച്ചുള്ള കവിതയല്ല, ഒരു കാലത്തെക്കുറിച്ചുള്ള കവിതയാണ്. പി ജെ ആൻ്റണി കലയും കലാപവും എന്ന് പറയുന്ന പോലെ തന്നെ കാലം കുറുകിയതാണ്, കല എന്ന് തെളിയിച്ചു എന്നതാണ് പി ജെ ആൻ്റണിയെ പോലൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അത് വെറും ഒരു വാക്കിൻ്റെ കളിയല്ല, ലിപിയുടെ കളിയല്ല. കാലം കുറുകുക തന്നെയാണ് കല എന്നത്. കാലത്തെ അതിജീവിക്കുന്ന കലാസൃഷ്ടികൾ കാലബന്ധിയായി കാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഉണ്ടാവുന്നത്. ഓരോരോ കാലത്തെയും ചേർത്ത് വായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 28 ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒരു കേരളത്തെ മാത്രം കീഴ്പ്പെടുത്താൻ മതവർഗീയ ശക്തികൾക്ക്, ഫാഷിസ്റ്റുകൾക്ക് സാധിക്കാതെ പോകുന്നത്? എത്ര പരിശ്രമിച്ചാലും അതിന് കീഴ്പ്പെടാതെ ഒരു ജനതയുടെ ഏറ്റവും വിജൃംഭിതമായ ശിരസ് ഉയർന്നു നിൽക്കുന്നത്, ഉദ്ധതമായ ശിരസ് ഉയർന്നു നിൽക്കുന്നത് ഒരു സംശയമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് സാംസ്കാരികമായ ഉള്ളടക്കത്തോടെയാണ് കേരളത്തിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രസംഗത്തിന് തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യം അതാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും, ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ ഉദ്ധരിച്ച വിദ്വാൻ പി കേളുനായർ ആദ്യമായി ഗാന്ധിജി കേരളത്തിലേക്ക് വരുമ്പോൾ, ആദ്യമായല്ല രണ്ടാമതായി വരുമ്പോൾ, നാളെയാണല്ലോ നമ്മൾ നാളിതുവരെയും കാത്ത നാനാഫല പുണ്യപൂർണ്ണ ദിനം, കേളുനായരുടെ വരികളാണ്. കോൺഗ്രസ്സുകാർ നാട് നീളെ പാടിക്കൊണ്ട് നടന്നത് ഈ വരികളാണ്. ഗാന്ധി വരുന്നതിന് മുമ്പേ വരികൾ വന്നു. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ 7 പേർ വന്ന് ബോംബെയിൽ കപ്പലിറങ്ങി. ആ ദിവസം ഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യ ഒട്ടാകെ ഹർത്താലാണ്, ബന്ദാണ്. അഭിഭാഷകർ കോടതികൾ ഉപേക്ഷിച്ചു, വിദ്യാർത്ഥികൾ കോളേജുകളും സ്കൂളുകളും ഉപേക്ഷിച്ചു, തൊഴിലാളികൾ പണിയിടങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ മനുഷ്യരും എല്ലാം ഉപേക്ഷിച്ച് പുറത്തേക്കിറങ്ങി. ബഹിഷ്കരണം. TH കൃഷ്ണസ്വാമി അയ്യർ ഷൊർണൂറുകാരനാണ്. അദ്ദേഹമാണ് പിന്നീട് പ്രഭാതം ആരംഭിച്ച പ്രസിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ. അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പത്രത്തിലാണ് കേരളത്തിൽ ആദ്യമായി കവിത എഴുതിയതിൻ്റെ പേരിൽ 19 മാസം ഒരാൾ ജയിലിൽ കിടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ല. തിണ്ടാടി വന്ന പരദേശികളെ ഭവാന്മാർക്കുണ്ടാകുമോ കരുണ ഞങ്ങളിൽ ഏതുകൊണ്ടും എന്ന് TS തിരുമുമ്പ് എന്ന താഴക്കാട്ട് മനയിലെ തമ്പുരാൻ അദ്ദേഹമാണ് എഴുതിയത്. അതിൻ്റെ പേരിലാണ് TH കൃഷ്ണസ്വാമി അയ്യരെയും TS തിരുമുമ്പിനെയും ഒപ്പം ജയിലിലിടുന്നത്. 1928 ഫെബ്രുവരി 3 മയാരത്തെ ശങ്കരന്റെയും CH ഗോവിന്ദൻ നമ്പ്യാരുടെയും നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരം. ശീമക്കാരേഴുപേരെ മായക്കാരായവരെ സൈമൺ കമ്മീഷൻകാരെ പോ പോ പോ, സാമ്രാജ്യപ്രമത്തന്മാർ സ്വാർത്ഥത്തിനുത്സുകന്മാർ നിർമ്മിച്ചയച്ച യന്ത്രം പോ പോ പോ, പോകണം പോക്കണം. TH കൃഷ്ണസ്വാമി അയ്യരുടേതാണ്. സൈമൺ കമ്മീഷൻ പോയി. അതിൽ 7 പേരുടെ പേരും ആർക്കും അറിയണമെന്നില്ല. ബ്രിട്ടീഷുകാരും പോയി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തന്നെ 76 വർഷം കഴിഞ്ഞു. പാട്ട് ബാക്കിയാണ്, കവിത ബാക്കിയാണ്. ചീമക്കാർ 7 പേരെ മായക്കാരായവരെ സൈമൺ കമ്മീഷൻകാരെ പോ പോ പോ. എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാണ്? ആൻഡമാനിലെ കാലാപ്പാനി ജയിലിലെ കരിങ്കൽ തറയിൽ കിടന്നിട്ട് കരിക്കട്ട കൊണ്ട് എഴുതി വെക്കുകയാണ് മഹാനായ ഒരു കവി, പിന്നീട് ബംഗ്ലാദേശിന്റെയും ദേശീയ കവി മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹം ബുൽബുലേ ഹൈ ഇസ്കി തുടങ്ങുന്ന വരികൾ. അത് തന്നെയാണ് പോണ്ടിച്ചേരിയിലേക്ക് നാട് കടത്തപ്പെട്ടിട്ട്
അവിടെ ഒരു വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് സുബ്രഹ്മണ്യ ഭാരതിയാർ പാരിക്കുള്ളേ നല്ല നാട് എങ്കൽ ഭാരത നാട് എന്നെഴുതുന്നത് കവിതകളാണ് പരസ്പരം ബന്ധിപ്പിച്ചത്. രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം സംസ്കാരമായി തീരുകയാണ്. പിന്നീട് ഇപ്റ്റയുടെ നേതാവായി തീർന്ന പ്രേം ധവാൻ वक्त की आवाज है मिलके चलो जिंदगी के रास है मिलके चलो मिलके चलो मिलके चलो मिलके चलो എഴുതുകയാണ്. നമ്മൾ നൂറ്റ നൂലുകൊണ്ട്, നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത് അനീതിക്കൊരു അന്ത്യാവരണം എന്ന്. ഏകീഭവിച്ചൊരുങ്ങുവിൻ ഏകോദരജാതർ നമ്മൾ കൈകഴുകി തുടയ്ക്കുകി കൊടിയെടുക്കാൻ. കൈ കഴുകിയിട്ട് തുടക്കാൻ വേണ്ടി കൊടിയെടുക്കാൻ എന്നല്ല, ആ കൊടി തൊടണമെന്നുണ്ടെങ്കിൽ കൈ കഴുകി തുടക്കുക, എന്നിട്ട് തൊടുക എന്നാണ്. സാർവലോക യോഗാ ദിനത്തിൽ ഇന്ത്യയുടെ പരമോന്നതനായ പ്രധാനമന്ത്രി ഒരു ട്രൈ കളർ ഷാളാണ് ഇട്ടിരിക്കുന്നത്. കൊടിയല്ല, അതിൽ ചക്രമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വേർപ്പ് തുടച്ചുകൊണ്ടിരുന്നത് ലോകത്തിന്റെ എല്ലാ ക്യാമറ കണ്ണുകളിലും ലോകം മുഴുവൻ എത്തുകയാണ്. ട്രൈ കളറിന് ഒരു കോഡുണ്ട്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന്. ഇന്ത്യ പോലൊരു രാജ്യത്ത് പലയിടത്തും പലതരത്തിൽ ഉപയോഗിക്കും, നാഷണൽ ഫ്ലാഗും ഒക്കെ. പക്ഷേ മഴ വന്നിട്ട് പോലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു പോരാട്ടത്തിന്റെയും പന്തലുകളിലേക്ക് കയറി നിന്നിട്ടില്ലാത്ത, അതുമായി യാതൊരു വൈകാരിക ബന്ധവുമില്ലാത്ത, വൃഥാ ഊർജം ചെലവഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചക്കാർക്ക് കൈകഴുകി തുടക്കാനല്ല, വേർപ്പ് തുടക്കാനും ഇത് പറ്റും എന്ന് തെളിയിക്കുകയുണ്ടായി. പക്ഷേ നമ്മെ ബന്ധിപ്പിച്ചത് അംശിനാരായണ പിള്ളയെ പോലൊരാൾ വരിക വരിക സഹചരെ സഹന സമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകതാം. ഷേക്സ്പിയറുടെ മഹത്തായ ഒരു കവിതയുണ്ട്, രംഗവേദിയിൽ ഭയസ്തംഭത്താൽ തളർന്നേറെ എന്ന് തുടങ്ങുന്ന, രംഗവേദിയിൽ തളർന്നു വീഴുന്ന നടനെ കുറിച്ചുള്ള ഒരു കവിത. മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛൻ മഹാവിപ്ലവകാരിയായ കരിവള്ളൂർ സമരത്തിന്റെ ധീരനായകനായ വെടിയേറ്റ് വീണ 2 രക്തസാക്ഷികൾക്കൊപ്പം ശരീരമാസകലം ബയനറ്റുകളാൽ പിഞ്ഞി കീറപ്പെട്ട് ചോരയിൽ കുളിച്ചു കിടന്ന മനുഷ്യൻ ആദ്യം സംഗീത നാടകത്തിലെ നടനായിരുന്നു, ദേവയാനി ചരിതത്തിലെ കജൻ. ഒന്നൊന്നായി ഓരോരോ കുട്ടമത്ത് നാടകങ്ങളിലെയും കേളുനായർ നാടകങ്ങളിലെയും നടൻ. കള്ളുഷാപ്പ് പിക്കറ്റിങ്ങിന് പോയിട്ട് കള്ളുകുടിയന്മാരുടെ അടിയേറ്റിട്ട്, വിറകും കൊള്ളി കൊണ്ടുള്ള അടിയേറ്റ് തലപൊട്ടിക്കീറി ശരീരം മുഴുവൻ ചോരയിൽ കുളിച്ച് ഖദർ വസ്ത്രം ഊരിയെടുക്കാൻ പറ്റാത്ത വിധം ചോരയിണങ്ങി കട്ട പിടിച്ച് രാജാവിൻ്റെ വേഷത്തിൽ അരങ്ങിലേക്ക് കയറുകയാണ്. അമ്മാവനായ ഐത്തല അമ്പുവാശാന്റെ കളിയരങ്ങിൽ അമ്മാവൻ എന്ന ഈ കളികുരിക്കൾ നേരെ വന്ന ഒറ്റയടിയാണ് നടനെ വലിയൊരു സദസ്സിന്റെ മുന്നിൽ വെച്ച് രാജാവായിട്ട് വന്നിരിക്കുന്നു, നിന്റെ ഒരു പീറ കതറു വിട്ടിട്ട് തലയിൽ കിരീടം, അടിയിൽ കതറിന്റെ കുപ്പായം. ഒറ്റയടിയാണ്. ആ രംഗവേദിയിൽ തളർന്നു വീണ മനുഷ്യൻ ആ അരങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ ഞാനാണ് 10ാമത്തെ വയസ്സിൽ അരങ്ങിൽ കയറിയ പിന്മുറക്കാരൻ. അദ്ദേഹം 1928 പയ്യന്നൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ 20ാം വയസ്സിൽ പ്രതിനിധിയായി. പിന്നെ അങ്ങോട്ട് അരങ്ങ് മുഴുവൻ പോരാട്ടങ്ങളുടെ അരങ്ങായി, സമരങ്ങളുടെ വേദിയായി. ഇങ്ങനെ സമരങ്ങളെയും സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും പാട്ടിനെയും കലയെയും നാടകത്തെയും കഥാപ്രസംഗത്തെയും ഒരുപോലെ കൊണ്ടു നടന്ന ഒരു ജീവിതവും സാംസ്കാരിക രാഷ്ട്രീയ ജീവിതവുമാണ് കേരളത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന് അങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തത്. ഏതെങ്കിലും ഒരു നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അതുപോലുള്ള ഇനങ്ങൾക്കോ വന്നിട്ട് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ തലകുമ്പിട്ട് നിൽക്കാതെ തലയുയർത്തി നിൽക്കുന്ന ഒരു ജനതയുണ്ടാവുന്നത്.
മണ്ണിനടിയിൽ PJ ആന്റണിയുടെ ഉപ്പുള്ളത് കൊണ്ടാണ്, വിദ്വാൻ P. കേളു നായരുടെ ശബ്ദമുള്ളത് കൊണ്ടാണ്, P. ഭാസ്കരന്റെ നാദമുള്ളത് കൊണ്ടാണ്, KS ജോർജിന്റെ ഇടിമുഴക്കമുള്ളത് കൊണ്ടാണ്. എത്ര മനുഷ്യരാണ്, അവരുടെ രക്തമാണ്, അവരുടെ പാട്ടുകളാണ്, അവരുടെ വിയർപ്പാണ്. എല്ലാ രണാങ്കണങ്ങളിലും വെടിയേറ്റ് ജയിലറകളിൽ കഴുത്തിൽ കുരുക്കുകൾ മുറുകി കത്തിക്കുത്തേറ്റ് മരിച്ചു വീണുകൊണ്ടിരുന്ന മനുഷ്യരെ പോലെ അരങ്ങിൽ തൊണ്ട പൊട്ടി പാടി ചോര തുപ്പിക്കൊണ്ടിരുന്ന മനുഷ്യർ. സുരഭില എന്ന അവസാനത്തെ വാടക വീടും മാറുന്ന ദിവസം KT-യോടൊപ്പം ഞാനുണ്ട്. ഇതെവിടെ KM മുരളീധരൻ ഇരിക്കുന്നുണ്ട്. കോഴിക്കോട്ട് ദീർഘകാലം ആകാശവാണിയിൽ അദ്ദേഹമുണ്ട്. ഞാൻ ശബ്ദം നൽകിയ ഒട്ടുമിക്ക നാടകങ്ങളുടെയും സംവിധായകനാണ് അദ്ദേഹം. ഖാൻഗാവിലും KM മുരളീധരനും. അടുത്ത കാലത്ത് അന്തരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവി, തെലങ്കാനയിലെ പോരാളിയായ കവിയെക്കുറിച്ച് ഡിങ്കരി എന്ന് പേര് മാറ്റിയിട്ട് അന്ന് അവതരിപ്പിച്ച, കേരളം മുഴുവൻ പ്രക്ഷേപണം ചെയ്ത നാടകത്തിൻ്റെ സംവിധാനവും KM മുരളിയായിരുന്നു. ആ വേഷം, ആ ശബ്ദം ഞാനാണ് നൽകിയത്. ഗദ്ദറിൻ്റെ വളരെ കൃത്യമായ ഷെയ്ഡുള്ള ഒരു കഥാപാത്രം. ഞാൻ പറഞ്ഞു വന്നത്, കിട്ടുന്ന എല്ലാ വേദികളും കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളും എങ്ങനെയാണ് ജീവിതബോധത്തെ ഉദ്ദീപിപ്പിക്കാൻ, രാഷ്ട്രീയ ബോധത്തെ ജ്വലിപ്പിക്കാൻ സാധിക്കുക എന്ന് അന്വേഷിച്ച തലമുറകളുടെ മഹാസംഭാവനകളിലൂടെയാണ് നമ്മുടെ ജീവിതവും സംസ്കാരവും ഇത്രയേറെ പ്രതിരോധ ശക്തി ആർജിച്ചത് എന്ന് നമ്മൾ കാണണം. ആ പ്രതിരോധത്തിന്റെ പിൻബലമാണ് PJ ആന്റണിയെ ഓർക്കാൻ, P. ഭാസ്കരനെ ഓർക്കാൻ, തോപ്പിൽ ഭാസിയെ ഓർക്കാൻ, കാമ്പിശ്ശേരിയെ ഓർക്കാൻ, അതുപോലെ നൂറ് പേരെ ഓർമ്മിക്കാൻ, ഔപചാരിക ചരിത്രങ്ങൾ വിസ്മരിക്കുന്ന സ്ഥലത്തും NN പിള്ളയെ ഓർക്കാൻ ഒരു സംശയവും വേണ്ട. നമുക്ക് ശക്തി പകർന്നു നൽകുന്നത് അതൊരു വലിയ ചരിത്രത്തിൻ്റെ പിൻബലമാണ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നത് അതിൻ്റെ വഴിവിളക്കുകളാണ്. ഇരുട്ട് മൂടിയ വഴികളിൽ, കൊച്ചിയിലെ ഈ നാറുന്ന തെരുവുകളിലെ ഓരോ മൂലയിലും നിന്ന് വഴികാട്ടാൻ, വിരൽ ചൂണ്ടാൻ, ഇരുട്ട് മൂടിക്കിടക്കുന്ന വഴികളിൽ നിന്ന് വെളിച്ചമായി സ്വയം മാറാൻ കഴിവുള്ള എത്ര പേരാണ്. എന്നാൽ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായി അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു കാര്യം, ജ്വലിക്കുന്ന കണ്ണുകളാണ്. എത്ര സിനിമകളിൽ, എത്ര നാടകങ്ങളിൽ നമ്മളത് കണ്ടു. അത് കാലത്തെ കണ്ട കണ്ണുകളാണ്, കാലമായി ജ്വലിച്ച കണ്ണുകളാണ്. നീലവെളിച്ചം, ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാവുമ്പോൾ PJ ആന്റണിയുടെ ഒരല്പം പൂച്ചക്കണ്ണുകൾ എന്ന് തോന്നിപ്പിക്കുന്ന കണ്ണുകളുടെ ഒരു കാഴ്ച തന്നെ നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും, നത്തിങ് ഹ്യൂമൻ ഈസ് സെയിലിംഗ് ടു മീ എന്ന മഹാനായ മാർക്സ് പറയുന്ന പോലെ, ഞാൻ ഒരുപാട് പാട്ടുകളെ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും മോളി നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ മാറിന് കുളിരേകാൻ തേഞ്ഞു തീരും ചന്ദനമല്ലേ നീ എന്ന് എഴുതുന്ന ഒരു കവിയെ അതിൽ നിന്ന് കണ്ടെടുക്കാൻ പ്രയാസമാണ്. ഒതുങ്ങി നിൽപ്പു നിന്നിലൊരുൾക്കട ശോകത്തിൻ സിന്ധു ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു നിന്നിലൊരുൾക്കട ശോകത്തിൻ സിന്ധു അപാരനീലിമയിൽ. ഇത് കാട്ടാളന്മാർ നാട് ഭരിച്ച് നാട്ടിൽ തീമഴ പെയ്യുമ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ എന്ന് പാടുന്ന
നാവിൽ നിന്ന് തന്നെ, എഴുതുന്ന വിരലുകളിൽ നിന്ന് തന്നെ എൻ മാറിന് കുളിരേകാൻ തേഞ്ഞു തീരും ചന്ദനമല്ലേ എന്ന് ചോദിക്കുന്ന മാനുഷികതയുടെ ഈ ഉദാത്തമായ ഭാവത്തെ, ഈ ധീരഗംഭീരമായ ചരിത്ര സ്മൃതിയെ ഇതുപോലൊരു സന്ദർഭത്തിൽ ഓർക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയെന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയ്ക്കൊരു 4 or 5 തവണ പി ജെ ആൻ്റണി സ്മാരക പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. 1 or 2 തവണ ജൂറി ചെയർമാനായിരുന്നിട്ടുണ്ട്. 4 or 5 തവണ ജൂറി അംഗമായിരുന്നിട്ടുണ്ട്. KPSC സുലോചനയ്ക്ക് അവാർഡ് കൊടുക്കുന്ന, PK വേണുകുട്ടൻ നായർക്ക് അവാർഡ് കൊടുക്കുന്ന ജൂറിയുടെ ഒക്കെ ചെയർമാനായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ മനുഷ്യരെ തൊടാൻ കഴിഞ്ഞു എന്നതാണ്, അവരുടെ കൂടെ നടക്കാൻ കഴിഞ്ഞു എന്നാണ്, അവരുടെ കൂടെ അവരുടെ ഇളയ തലമുറയിൽപ്പെട്ട ഒരാളായി കൈപിടിച്ച് കൂടെ നടക്കാൻ കഴിഞ്ഞു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഏറ്റുവാങ്ങുക എന്നത് സാങ്കേതികമായൊരു കാര്യമാണ്. ഈ ദിവസം എനിക്ക് തന്നതിന് തീർച്ചയായും 10-60ഓളം നാടകങ്ങൾ ചെറുതും വലുതുമായി ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചെഗുവേര പോലൊരു നാടകം പ്രൊസീനിയത്തിൽ ഏറ്റവും അധികം വിജയിച്ച, ആ വർഷത്തെ മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും ഒന്നിച്ച് ലഭിച്ച നാടകവും, കുരുതിപ്പാടം എന്ന പുറത്ത് തുറസായ വേദിയിൽ അവതരിപ്പിച്ച നാടകവും, രചിത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന നാടകവും അടക്കം 10-60ഓളം നാടകങ്ങൾ ചെറുതും വലുതുമായി ഞാൻ എഴുതുകയും മിക്കവാറും ഒരു നാടകവും അങ്ങനെ ഉപേക്ഷിക്കപ്പെടാതെ ജനങ്ങൾ കയ്യേൽക്കുകയും ആയിരക്കണക്കിനല്ല അതിലും അപ്പുറത്ത് വേദികളിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒട്ടനവധി നാടകങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ദിവസം മറ്റെല്ലാ പുരസ്കാരങ്ങളെക്കാളും വലിയ ഒരു അംഗീകാരമായി പി ജെ ആൻ്റണി എന്ന തീപിടിച്ച ഒരു ജീവിതത്തിൻ്റെ പേരിലുള്ള ആ പുരസ്കാരം അടുത്ത നിമിഷം ഏറ്റുവാങ്ങും എന്നതുകൊണ്ട് അതിനു മുമ്പ് തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ഈ വേദിയിലിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള പ്രഗത്ഭമതികളോടും പി ജെ ആൻ്റണി ഫൗണ്ടേഷനോടും ജൂറിയോടും എനിക്കുള്ള കൃതജ്ഞത മുൻകൂട്ടി അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇത്രയും നേരം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഈ വാക്കുകൾ കൂടി കേട്ടതിന്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.